പിന്നീട് ഞാനത് വേറെ രീതിയിലാക്കിയൊക്കെ കൊണ്ടുവരൊക്കെ ചെയ്തു. ഇപ്പം ഒരു പ്രായപൂർത്തിയായ അമ്മയുടെ ദുഃഖം അത് ചില വരികളിലാണ്. ഇപ്പം എൻ്റെ മോള് വള്ളിയമ്മ ഒരു പെണ്ണായുള്ളിൽ തീയായി, പൊത്തിലിരിക്കണ പാമ്പും പുരയ്ക്കല പെണ്ണും ഒരുപോലെ, അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണു തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ, പെണ്ണിൻ്റെ ചന്ത നടത്തം കാണുമ്പോൾ ഉള്ളു കിടുങ്ങണ് ഭഗവതിയെ. ശരിക്കും അത് ഭഗവതി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഭഗവതി എന്ന് പറയുള്ളൂ. ആണിൻ്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ്ങ ആദിയും ബാധിയും തീർന്നേനെ, കണ്ണമ്പുഴ കവിലമ്മ ഭഗതിയെ ആളായി നിന്ന് നീ കാത്തോളൂ. അത് പൊത്തിലിരിക്കുന്ന പാമ്പും പുരക്കലെ പെണ്ണും ഒരുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് ഒരേത് അതെ. ഇതൊക്കെ എഴുതുന്നേരം വിളിച്ചിട്ട് അത് പണ്ടുള്ള പാട്ടുകളാണോ ഇത്? പണ്ടുള്ള പാട്ടുകളൊക്കെ പാടി തീർന്നു പോകാൻ. ഇനിയിപ്പോൾ അത് അതിനകത്ത് വേറെ ഒന്നുമില്ല. കാരണം ഇപ്പം എനിക്ക് വേണ്ടി പാട്ടുകൾ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറുമുഖൻ, വെങ്കിടങ്ങ് മുതൽ ഷൺമുഖൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പാട്ടുകൾ എഴുതുന്നുണ്ട്. പിന്നെ ഞാൻ ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ട്. മണിച്ചേട്ടന് എല്ലാ വരികളും കാണാപ്പാടല്ലേ? അപ്പം ചിലതൊക്കെ നമ്മളിപ്പോൾ സ്റ്റേജിലൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും നമുക്ക് അറിയാവുന്ന പാട്ടുകൾ മാത്രം നമ്മൾ പാടുള്ളൂ. പിന്നെ എന്താ ചില ആൾക്കാർക്ക് നമ്മളുടെ ഇഷ്ടം തോന്നുന്ന പാട്ടുകളുണ്ട്. ഇപ്പം ഒരുവിധപ്പെട്ട ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ കാസറ്റിലൊക്കെ എപ്പോഴും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ് മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ. അത് കുഞ്ഞു കുട്ടികൾക്ക് പാഠം ചൊല്ലി കൊടുക്കണ മാതിരി കൊടുക്കാം. കാരണം പണ്ടൊക്കെ പറയാറുണ്ട്, കാരണന്മാർ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറയും, വേറെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ, മോനെ ആ നക്ഷത്രം കണ്ടോ, ആ നിൽക്കുന്ന നക്ഷത്രമാണ് മോൻ്റെ അച്ഛൻ. മോൻ്റെ അച്ഛൻ അവിടെ പോയിട്ട് മാലാകന്മാരായിട്ടൊക്കെ കളിക്കാട്ടോ, അച്ഛൻ്റെ അമ്മയുടെ മോൻ നോക്കിയാൻ. അങ്ങനെ ഈ കൊച്ച് ഇങ്ങനെ നോക്കിയിരിക്കും എൻ്റെ അച്ഛനാന്നും പറഞ്ഞു. അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണതാണ് മിന്നാമിനുങ്ങിനോട്, മിന്നാ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാ മിനുങ്ങേ. പെട്ടെന്ന് വിട്ട് ചീവിടിന്റെ ഒക്കെ ശബ്ദം സത്യം. അത് ചിലപ്പോൾ പ്രകൃതിയുമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം. അപ്പൊ ഒരു അമ്മ പറയുന്ന വിഷമായിരിക്കാം. അതുപോലെ തന്നെ മഴയെത്തും വെയിലെത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. ഇത് നമ്മൾ ഈ പാട്ട് നമ്മൾ കുറച്ച് പാടണുള്ളൂ, പക്ഷെ നമുക്ക് ആ പാട്ടിൻ്റെ സീൻ നമുക്ക് കബഡി കബഡി എന്നുള്ള സിനിമയിൽ ആ പാട്ട് സീൻ കാണാം. ആ സീനിനകത്തും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അച്ഛനെ കാണാൻ പോകുന്ന മകൻ്റെ വിഷമമായിട്ടാണ് നമ്മൾ കാണിച്ചാണ്. ആ മിന്നാ മിനുങ്ങെന്നുള്ള പാട്ട് സീൻ നമുക്ക് രഞ്ജിത്ത് കണ്ടുനോക്കണം കേട്ടോ. ഒരു പ്രത്യേക ഒരു മൂഡ് ആ പാട്ടിൻ്റെ ഒരു ഞാൻ എന്നെ കൊണ്ട് നാദൃശാണ് പാടിപ്പിച്ചത്. ആദ്യം ഒരു ആൽബത്തിൽ വന്നിട്ട് പിന്നെ സിനിമയിലേക്ക്. പക്ഷെ ആൽബത്തിൽ പാടി പാട്ട് നാദൃശ എന്നെ പറഞ്ഞോടാ അത് വേറെ വോയിസിൽ പാടണം എന്ന് പറഞ്ഞിട്ടാണ് പാടിയത്. ഈ പാട്ട് ഉണ്ടാക്കിയത് ബാബു ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ തൃപ്പൂണിത്തറ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ. മറ്റേ ഇത് കിസാൻ എന്ന് പറഞ്ഞ പടത്തിന് അന്ന് ഞങ്ങളെല്ലാവരും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ വയസ്സായ അപ്പന്മാർ കൂടി KPSC സാബു ചേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇന്ന് പാവം മരിച്ച് തലയ്ക്ക് മുകളിലാണ്. എന്തായാലും മരിച്ചുപോയ നമ്മുടെ KPSC സാബു ചേട്ടന് വേണ്ടിയിട്ട് ആളും കൂടി ഉണ്ടായിരുന്നു ഈ പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. നമുക്ക് ആ പാട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കത് കേൾക്കാം, കാണാം.